അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മുടെ ഹ്യൂമൻ ക്രിയേഷൻ സ്റ്റാൾ. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്സ്. ഇതിൽ ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, അതേപോലത്തെ ഓർഗൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ഓർഗൻ ബ്രെയിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ. മനുഷ്യൻ്റെ ചിന്തകൾക്കും ചലനങ്ങൾക്കും മറ്റുള്ള ഫിസിക്കൽ ആക്ഷൻസിനൊക്കെ ബ്രെയിനിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയാണുള്ളത്. എല്ലാത്തിൻ്റെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുള്ള ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ് ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 1300 മുതൽ 1400 ഗ്രാം വരെയാണ്. ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. നമ്മൾക്ക് ചൂട്, വേദന തുടങ്ങിയവ തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും നമ്മെ സഹായിക്കുന്ന സെറിബ്രമാണ്. കൂടാതെ നമ്മുടെ ഓർമ്മകളെ സംഭരിച്ചു വെക്കുന്ന പ്രവർത്തനവും സെറിബ്രമാണ് ചെയ്യുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയുള്ള 2 പോർഷൻസ് ആയിട്ട് നമ്മൾക്ക് ഇതിനെ കാണാം. ബോഡി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന സെറിബെല്ലമാണ്. ബ്രെയിനിലെ വലതുഭാഗം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയും ബ്രെയിനിലെ ഇടതുഭാഗം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ബ്രെയിനിനെ നമ്മുടെ ബോഡിയുമായിട്ട് കണക്റ്റ് ആക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് സ്പൈനൽ കോർഡിനുള്ളത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് വേദന അനുഭവിക്കപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ബ്രെയിനിൽ മാത്രം നമുക്ക് ഒരു വേദനയും അനുഭവിക്കപ്പെടാറില്ല. ബ്രെയിൻ ഡെത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം. ഓവർ ബ്ലഡ് പ്രഷറിലൂടെ സെൽസ് നശിക്കുക, അതല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുക, ഇതൊക്കെയാണ് ബ്രെയിൻ ഡെത്തിനുള്ള കാരണങ്ങൾ. ഇവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ എത്ര അത്ഭുതകരമാണ് ഈ അറേഞ്ച്മെൻറ്റ്സ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇനി നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗനായ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ചെവിയാണ്. നമുക്കിനി ചെവിയെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ചെവി അടഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിൽ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. വളരെ സെൻസിറ്റീവായ ഒരു ബോഡി പാർട്ടാണ് ചെവി. കുറഞ്ഞ സൗണ്ട് മാത്രമല്ല, അതിൻ്റെ ലിമിറ്റിനപ്പുറം കൂടിയ സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇൻഫ്രാസൗണ്ട്, അൾട്രാസൗണ്ട് എന്നീ 2 സൗണ്ടുകളുണ്ട്. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ സ്ഫീറൽ രൂപത്തിൽ സൗണ്ട് വേവായി ഇയർഡ്രമിലേക്ക് എത്തുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇവ ചെറിയ ബോൺസായി ബ്രെയിനുമായി കണക്റ്റാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ചെവിയിലെ സ്റ്റേപ്സ് എന്ന ബോണാണ് ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ. നമുക്കിങ്ങനെ നേരെ നിൽക്കാൻ ബാലൻസ് കിട്ടുന്നത് നമ്മുടെ ചെവിയുടെ പ്രവർത്തനം കൃത്യമായതുകൊണ്ടാണ്. സമ എന്ന പദമാണ് ഖുർആനിൽ കേൾവിക്ക് ഉപയോഗിച്ചത്. നിങ്ങളിപ്പോൾ ബ്രെയിൻ, ഇയേഴ്സ് എന്നീ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയില്ലേ? എന്ന് ഹൃദയത്തെ അറിയാം. കൽബ് എന്ന പദമാണ് ഖുർആൻ ഹൃദയത്തിന് ഉപയോഗിച്ചത്. മനുഷ്യന്റെ ചിന്തകളിലും ഫീലിങ്സിലും ഹൃദയത്തിന് സ്ഥാനമുണ്ട് എന്നാണ് ഖുർആൻ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഹൃദയത്തിൻ്റെ 4 വാൽവുകൾ രക്തപ്രവാഹം ഉറപ്പാക്കുകയും ബാക്ക് ഫ്ലോ തടയുകയും ചെയ്യുന്നു. ഒരു മിനിറ്റിൽ ഹൃദയം 72 ടൈംസ് ബീറ്റ് ചെയ്യും. അത് ഭ്രൂണത്തിൽ 22 ദിവസം പ്രായമായാൽ തുടങ്ങും. അത് അവസാനിക്കുന്നത് മനുഷ്യൻ്റെ മരണത്തോടെയുമാണ്. മനുഷ്യ ഹൃദയത്തിന് 4 ആറുകളാണുള്ളത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം രക്തം പമ്പ് ചെയ്യുകയും ഓക്സിജൻ നൽകുകയും കാർബൺ ഡയോക്സൈഡ് പോലുള്ള മാലിന്യങ്ങൾ കളയുകയും ചെയ്യുന്നു. ചിട്ടയായ വ്യായാമം, ബാലൻസ്ഡ് ഫുഡ്സ്, സ്മോക്കിംഗ് ഒഴിവാക്കൽ എന്നിവ ഹൃദയാരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ്. ഒരു താളപ്പയും കൂടാതെ നമ്മുടെ ഹൃദയത്തെ വർദ്ധിപ്പിക്കുന്ന അതിൻ്റെ സൃഷ്ടാവിനെ എപ്പോഴും ഓർക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ലങ്സിനെ കുറിച്ചാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലങ്സ്. നമുക്കറിയില്ല, നമുക്ക് 2 ലങ്സ് റൈറ്റിലുണ്ട്, ലെഫ്റ്റിലുണ്ട്. നമ്മുടെ ലങ്സിന്റെ മെയിൻ ഡ്യൂട്ടിയാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും ചെയ്യുന്നത്. ആ പ്രോസസ്സ് നമ്മൾ ഇൻഹലേഷൻ എക്സലേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് ലങ് റൈറ്റ് ലങ്ങിനെ കാട്ടി ചെറുതാണ്. കാരണം നമ്മുടെ ഹൃദയം ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. നമ്മുടെ ലങ്സിലുള്ള എയർ സാക്കിലുള്ള ആൽവിയോളായി എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. ഹെൽത്തി ആയിട്ടുള്ള ലങ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓക്സിജൻ എല്ലാ ബോഡിയിലും എല്ലാ ഓർഗൻസും സ്മൂത്തായി വർക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടേ ഹെൽത്തി ആയ ലങ്സ്? നമ്മൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, ഡെയിലി എക്സസൈസ്. ക്യാൻസർ ഏറ്റവും മാരകമായ ഒന്നാണ് ലങ്സ് ക്യാൻസർ. നമ്മൾ എപ്പോഴും
ഈ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാന നമ്മളിപ്പോൾ ബ്രെയിൻ, ഇയർ, ഹാർട്ട്, ലങ്സ് എന്നിവയെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ? പക്ഷെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അവയവത്തെ പറ്റി നമ്മൾ അത്ര ചിന്തിക്കാറില്ല. അതേതാ നിങ്ങൾക്കറിയാമോ? അത് കിഡ്നിയാണ്. കിഡ്നി ഒരു ബീനിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. അവ നമ്മുടെ ബോഡിയുടെ പിൻഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കിഡ്നികൾ ഒരു ദിവസം 200 ലിറ്റർ ബ്ലഡ് ഫിൽറ്റർ ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മുടെ കിഡ്നിക്ക് ഒരു വലിയ റോളുണ്ട്. നെഫ്രോൺസ് പറഞ്ഞ ഫിൽറ്ററുകൾ നമ്മുടെ കിഡ്നിൻ്റെ അകത്തുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന്. അതിന് ലക്ഷങ്ങളോളമാണ് ചെലവ്. എന്നാലും അള്ളാഹു വെച്ചതുപോലെ അത് പ്രോപ്പർ ആവില്ല. നിങ്ങൾ ഡയാലിസിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ മതി അള്ളാഹുവിൻ്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ. താങ്ക് യു.